ലസിത പാലക്കൽ തമ്പുരാട്ടിക്കുള്ള മറുപടിയാണ്. അതിനു മുമ്പായി എല്ലാവർക്കും നമസ്കാരം. കണ്ണാ നിനക്കായി ബൈ ജിസ്യ സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ലസിത പാലക്കൽ ആരാണ്? മരിച്ചിനി ലസിത പാലക്കൽ. അപ്പൊ ലസിത ചേച്ചി ഒരു വീഡിയോ ഇട്ടു. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതിന്റെ മുമ്പായിട്ട് ഒരൊറ്റ കാര്യം അത് പറഞ്ഞിട്ട് ഞാനങ്ങ് പോകും. കാരണം അരുണേട്ടന് മരച്ചീനി മോറും തമ്മിലുള്ള കാര്യം നമ്മൾ ഇടപെടാൻ പാടില്ല. അവര് തമ്മിൽ തീർത്തോട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്താണെന്നറിയോ? അല്ല എന്നെ ലസിതേച്ചിയെ, നിങ്ങൾക്കൊക്കെ ഈ പീഡനത്തിൻ്റെത് മാത്രമേ കിട്ടുന്നുള്ളൂ, വേറൊന്നും കിട്ടുന്നില്ലേ ലസിതേച്ചിയെ? നിങ്ങൾ ഏതോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയ കഥയൊന്നും അതൊന്നും എന്താ ലസിതേച്ചിയെ കിട്ടാത്ത? പിന്നെ നിങ്ങൾ പറയുന്ന വ്യവസായി ഉണ്ടല്ലോ, അയാളുടെ അതെന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, എന്തേ ലസിതേച്ചി ഞങ്ങളത് പുറത്ത് വിടാത്ത? മോശാട്ടോ ലസിതേച്ചിയെ. അപ്പോൾ പിന്നെ ഈ പീഡനക്കഥ മാത്രം ഇങ്ങനെ പറയല്ലേ, ബോറടിക്കുന്നു. ഞാനും പീഡനം കൊടുക്കുക, ഇവന്റെ പേരിലും പീഡനം, ഒക്കെ പീഡനമായോ? നിങ്ങൾ ഒളിച്ചോടിയ കഥയെങ്കിലും പറയല്ലേ സീതേച്ചിയെ? നമുക്കറിയാം. തോണ്ടാന്ന് നിൽക്കച്ചാൽ ഞാനും വരും തോണ്ടാന്, മറന്നു കൊണ്ടാട്ടോ. അപ്പൊ ഇനി നിങ്ങൾ തമ്മിലായിക്കോളി. ശരിയാണല്ലോ, പിന്നെന്താ ഇപ്പോ പറയാൻ ധൈര്യമല്ല, അതുകൊണ്ടാ. അപ്പൊ ഈ അരുൺ എന്നെ പറ്റിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്നെ കാണാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അരുണേട്ടാ, താങ്ക് യു അരുണേട്ടാ, ഒരുപാട് നന്ദി ഉണ്ടായിരുന്നേട്ടാ. ഇങ്ങനെ തന്നെ നമുക്ക് പറയാം അല്ലെ? കാരണം ഞാനൊരു കുട്ടികളെ പീഡിപ്പിച്ച കേസിലെ പ്രതിയൊന്നല്ല. അങ്ങനെയൊന്നും എല്ലാവർക്കും പറയാനുള്ളത് ഇവള് പീഡിപ്പിച്ച്, ഞാൻ പീഡിപ്പിച്ച്, പിന്നെ ആരാ നമ്മളെ എന്താ പറയാ ബീവി, ഇത് വെടിപ്പുര ബീവിക്കും പറയാനുണ്ടായിരുന്നു ഞങ്ങള്. പിന്നെ വേറെ ഉണ്ട് കേട്ടോ, ശിശു ചേട്ടൻ, മറ്റേ അങ്ങനെ ഓരോ ലിസ്റ്റിലും കുറെ ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഈ പീഡിപ്പിച്ച് എന്ന് പറയുന്നത് വലിയ സംഭവം കാര്യങ്ങളൊന്നുമല്ല. ഒരാളെ നോക്കിയാലും നാക്കിയാലും ഒക്കെ പീഡിപ്പിക്കാന്ന് പറയുന്ന ആൾക്കാരാണ് ഈ ലോകത്തുള്ളത്. അപ്പോ അതൊക്കെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കാനാ ഭയങ്കര തന്നെ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് വരൂ കേട്ടോ ലസിത ചേച്ചിയാ. അരുണേട്ടൻ, ഈ പറയുന്ന അരുണേട്ടൻ ഒരു കേസിലെ പ്രതിയാണ്. അരുണേട്ടൻ എന്താ അറിയില്ലേ? ആ പെൺകുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നുണ്ടല്ലോ എൻ്റെ കാര്യത്തില് എൻ്റെ വാപ്പ പൂനൂര് മനുഷ്യനും ഓട്ടോയിൽ പോയില്ല കേട്ടോ. ആ മനുഷ്യനൊരു ഓട്ടോക്ക് ഫ്ലെക്സ് അടിക്കുന്നത് അടിച്ചു വെച്ചത് ഒരാഴ്ചത്തേക്കാണെന്ന് പറഞ്ഞിട്ട് പൂനൂരിൽ നിന്ന് ആരോ വിളിച്ച് പറഞ്ഞു കൊടുത്ത്, എൻ്റെ കേസും കാര്യങ്ങളും ഇതൊക്കെ വിളിച്ച് പറഞ്ഞു കൊടുത്ത്, എല്ലാം ഈ ലസിത ആന്റിക്ക് വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. എന്താല്ലേ ലസിത ആന്റിന്റെ ഒരു പവർ! ആന്റി പൊളിയാട്ടോ, ആന്റി സൂപ്പറാ. പ്രശ്നങ്ങൾക്ക് തലയിടേണ്ട ആവശ്യമില്ല. ഇനി ഇമാതിരി നടച്ച കേസുകൾക്കൊന്നും ഞാൻ ഒന്നാമത് കേസുകൾക്ക് ഞാൻ ഇടപെടാറില്ല. പിന്നെ ഇടപെടുന്നൊക്കെ നല്ല കേസാണ്, ശ്രദ്ധിക്കണേ, നല്ല കേസിനെ ഇടപെടാറുള്ളൂ. അപ്പൊ ഈ നമ്മുടെ താത്തക്കുട്ടി കേക്ക് മുറിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു വിഷയം കൂടുതലായിട്ട് ഇടപെട്ടത്. മനസ്സിലായോ? നമ്മളെ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് ഒരുപാട് വലുതാണ്. അതുപോലെ അവൾക്കുള്ള ബാങ്കുകളും പള്ളികളും ഒക്കെ അവർക്കും വലുതായിരിക്കും. അല്ലാതെ പിന്നെ അതിന്റെ അകത്ത് ഇടപെട്ടത് അരുണേട്ട. കേട്ടോ ജെസിമോളുടെ അരുണേട്ട? ശരി. മരിച്ചീനിയെ ഒരുപാട് ആൾക്കാർക്ക് സൗന്ദര്യം വാരി കൂരി കൊടുക്കും. പിന്നെ സൗന്ദര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, കറുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവും, വെളുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ നിനക്ക് പറയാനുള്ള ഈ ഒരു വോയിസ് ഉണ്ട് അരുണേട്ട. സ്വന്തം മുഖം ഒന്ന് കണ്ണാടിയിൽ നോക്കും. സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കണ്ടടി. ഇതാ കണ്ടില്ലേ? മറ്റുള്ള ആൾക്കാർ വിമർശിക്കൂല. അതുപോലെ തന്നെ തന്നെ ഈ ജെസിമോൾ ഉണ്ടല്ലോ, ആ ജെസിമോളുടെ ഒന്ന് ഇങ്ങനെ ഒരു മിനിറ്റ് ചിരിച്ചു കൊടുക്കട്ടെ. അതെ ലസിത ആന്റി, 32 കാണുന്നു എന്നുള്ളത് അഭിമാനമാണ്. അത് ഒന്ന് 32 കാണുന്നെന്ന് പറയുന്ന അഭിമാനാണ്. കാരണം ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം എനിക്ക് കിട്ടിയില്ലേ, 32 ഒരുമിച്ച് കാണിക്കാൻ പറ്റുന്നില്ലേ? സൗന്ദര്യത്തിനെ പറ്റി ഞാൻ അങ്ങനെ കുറ്റം പറയാറില്ല. കാരണം ഉള്ളത് പറയാമല്ലോ. എടി ലസിതേ, ഡാഡിക്ക് പറഞ്ഞോളെ, നിന്നോടാ ഞാൻ പറയുന്നത്. ഈ കാക്കൂര് രതീഷ് എന്ന് പറയുന്ന ഒരുത്ത ചിത്രകാരനുണ്ട്, നീ കൊണ്ടോന്നാല്
മുടി മൊട്ടടിച്ചിട്ട് നിന്റെ മുമ്പിൽ വരികടി ഞാന്. കേട്ടോ? ഒറിജിനൽ രതീഷ് കാക്കൂർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചിത്രം വരച്ചു തന്ന ഒരുത്തനെ നീ കൊണ്ടോന്നാല് മുടി മൊട്ടടിച്ചിട്ട് ഞാൻ നിന്റെ മുമ്പിൽ വരുവടി. പിന്നെ ഡാഡിക്ക് പിറന്നോളാണ്, വെല്ലുവിളി ഏറ്റെടുത്താൽ മതി. ഡാഡിക്ക് പിറന്നോളാണ്. ഓക്കെ? അത് കള്ളനായിട്ട് മറ്റുള്ള ആൾക്കാർക്ക് കൈമാറുന്ന നല്ലൊരു മന്ത്രമല്ലേ അവൾക്ക് കിട്ടിയത്. അപ്പൊ അതിനൊക്കെ നമ്മൾ കുശുമ്പല്ലേ കാണിക്കേണ്ടത് അരുണേട്ടാ? എന്ത് സ്നേഹാന്ന് അറിയോ എന്റെ മരിച്ചിനിക്ക് എന്നോട്. പശുവിന് കോലുണ്ട് നല്ല. ഞാൻ പറഞ്ഞു മരിച്ചിനി മോന്താന്നാ പറഞ്ഞത്. ഈ അഞ്ചരക്കണ്ടി എന്ന് പറയുന്നത് കണ്ണൂരാണ്. എന്റെ തള്ള, അതായത് എന്റെ അമ്മ, അല്ലെങ്കിൽ എന്റെ എന്ത് വേണമെങ്കിലും നിങ്ങളെ വിളിച്ചോ മമ്മി, അങ്ങനത്തെ ഒരാള് വർക്ക് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ ജോലിയാണ്. അത് പറയാൻ വിട്ടുപോയി. ഇവന്റെ അമ്മക്ക് കേന്ദ്ര സർക്കാരിന്റെ ജോലിയാണ്. അത് ഈ ചേച്ചി പറയുന്നത് പോണം അഞ്ചരക്കണ്ടി അല്ല, ഏകദേശം അത്തോളി കൂമുള്ളി ഭാഗങ്ങളിലായിട്ടാണ് ഈ അമ്മ ജോലിക്ക് പോവാറ്. പിന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ ജോലിയോട് ഞാൻ പറഞ്ഞുതരാം, തൊഴിലുറപ്പ് എന്ന് പറയും. അത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന തൊഴിലാണല്ലോ. അപ്പൊ ഈ ഒരു വാക്ക് തന്നെ ഉണ്ട്. ഒരു മിനിറ്റ്. ഈ അഞ്ചരക്കണ്ടിയില് ഉള്ള അമ്മ ജോലി ചെയ്യുന്നത് ഇവക്ക് മനസ്സിലായി. അപ്പൊ ഈ അഞ്ചരക്കണ്ടിയിലുള്ള അരുണേട്ടൻ ഒരാളെ പീഡിപ്പിച്ചതും എന്തായാലും കുട്ടി വിളിച്ചു പറഞ്ഞുണ്ടാകുമല്ലോ. അഞ്ചരക്കണ്ടി ആണല്ലോ. എടി കൂമുള്ളി തയ്യൽമീത്തിൽ ഹൗസ് അത്തോളി, അതാണ് അഡ്രസ്. കേട്ടോ? അമ്മ നമ്മുടെ നാട്ടുകാരിയാണ്. നാട്ടുകാരിയല്ല, നമ്മുടെ നാട്ടിലാണ് പണിയെടുക്കുന്നത് അഞ്ചരക്കണ്ടി അല്ലേ? എന്റെ അമ്മ പണിയെടുക്കുന്നത് അഞ്ചരക്കണ്ടി. അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞൊരു കോഴിക്കോട് ജില്ലയിൽ എന്തായാലും ഇല്ല, പിന്നെ മലപ്പുറം ജില്ലയിലും ഇല്ല, പിന്നെ വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഈ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന സ്ഥലം. എൻ്റെ അമ്മ കണ്ണൂർ ഈ അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇപ്പൊ ചിലപ്പോ ഇപ്പൊ വിളിച്ചു നോക്കിയാൽ ചിലപ്പോൾ അഞ്ചരക്കണ്ടി കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു വ്യക്തി ഈ ലസിത പാലക്കൽ എന്ന് പറഞ്ഞ ആളുടെ അല്ലെങ്കിൽ മരിച്ചിനി മോറയുടെ അവിടെ പണിയെടുക്കുന്ന വ്യക്തിയാണല്ലേ. എന്താണ് ജോലി ഒന്നും എനിക്ക് അറിയില്ല. പിന്നെ IAS എങ്ങാനാണോ എന്ന് അറിയില്ല. ആശാത്തിക്ക് തൊഴിലുറപ്പാണ് പണി. മെയിനായിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ഹൗസ് വൈഫ്, വീട്ടു ജോലി. അത് പറയുന്നതിൽ ഒരു കുറവുമില്ല, അതാണ് പണി. പിന്നെ അമ്മേൻ്റെ നാട് വരുന്നത്, അതും പറഞ്ഞു, നാട് വരുന്നത് അഞ്ചരക്കണ്ടിയാണ്. അമ്മേൻ്റെ നാട് ബാലുശ്ശേരിയാണ്. ഓക്കെ? അതായത് അരുണേട്ടനെ പറ്റി അവിടെ ഉള്ള ആൾക്കാര് അഞ്ചരക്കണ്ടിയെ ശ്രദ്ധിക്കണം. അഞ്ചരക്കണ്ടിയിൽ അരുണേട്ടനെ പറ്റിയാട്ടോ പറയുന്നത്. ഗുമ്മ് കിട്ടിച്ചേരാം. ഈ ലസിത പാലക്കൽ എന്ന് പറയുന്ന മരിച്ചിനി ഒളിച്ചോടിയ ഒരു സംഭവമുണ്ട്. അതായത് ഒളിവെട്ടിന് പോയിട്ട് പിടിച്ചതാ. അങ്ങനെ സംഭവം അങ്ങനെ ഒളിവെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ലസിത പാലക്കൽ ഒളിച്ചോടിയ കഥ ആരോ ഈ പിന്നെ മറ്റേ ലൈവിന്റെ അകത്ത് വന്ന് പറഞ്ഞതും ഒരിക്കൽ ലസിത പാലക്കൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒളിച്ചോടിയതൊന്നുമല്ല, ഞാൻ ഒഴിവാക്കി കല്യാണം കഴിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. തള്ളജി ഒളിച്ചോടിയതാന്നേ. ഈ കണ്ട സംഭവം തന്തക്ക് പിറന്നോളാണ് കാണിച്ചതാടി, ഡാഡിക്കല്ല, തന്തക്ക്. അതേമാതിരി തന്നെ ഈ ലസിത പാലക്കലിന്റെ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അതാ ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞത്, ഒളിച്ചോടിയല്ല. ഒളിവെട്ടിന് പോയപ്പോ സമയത്ത് പിടിച്ചതും കല്യാണം കഴിപ്പിച്ച് വിട്ടതും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ പിന്നെ വന്ന് പറഞ്ഞ കേട്ടോ. പിന്നെ ഇന്റേത് പറഞ്ഞില്ല, അഞ്ചരക്കണ്ടിയുള്ള ആളെ പീഡിപ്പിച്ച കേസ്, അതൊന്ന് നോട്ട് ചെയ്യണേ. പറയുന്ന ആള് സത്യഭാമ, സത്യഭാമയാണ് പറയുന്നത് ഇവളെ പറ്റി. ഗോകുലം ഗോപാലേട്ടൻ, നീ പറയണ്ട, ഞാൻ പറഞ്ഞുതരാം. അതെ, എന്റെ വാപ്പയുടെ സ്ഥാനം. ഓ ബായ് മരിച്ചിനി. നിന്റെ അടുത്ത വീഡിയോയില് ഞാനൊരു വീഡിയോ തരുന്നുണ്ട്. നീ പോയതും ഇതാക്കിയതും വോയിസും കാര്യങ്ങളൊക്കെ
ഇത് കിട്ടാന്നുള്ളത് എന്താ പറയാ എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ്. കിട്ടുന്ന കാര്യം. കാരണം ഇന്നെ അറിയുന്ന ആൾക്കാർ നിങ്ങളെ വിളിച്ചു പറയും, നിങ്ങൾ അറിയുന്ന നിങ്ങളോട് ദേഷ്യമുള്ള ആൾക്കാർ എന്നോട് വിളിച്ചു പറയും, ഇവളെ കാര്യം ഇവളോട് ദേഷ്യമുള്ള ആൾക്കാർ പറയും. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് എങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ പോകും. അങ്ങനെ എനിക്ക് കുറേ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ ലസിത എന്ന് പറഞ്ഞ മരിച്ച് എനിക്ക് ഞാൻ ഒന്നും തരായിട്ടായിരുന്നു. എനിക്ക് കൊടുക്കേണ്ടതൊക്കെ വെടിക്കെട്ട് വെടിവീരി ബീവി, അതായത് വെടിക്കെട്ട് ബീവി ഓക്ക് മാത്രമായി വെടിക്കെട്ട് ബീബിക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ലസിത പാലകലിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഇന്റേതോ എന്തോ ഒരു കാര്യം പറഞ്ഞല്ലോ, പീഡിപ്പിച്ചതും കാര്യങ്ങളൊക്കെ എന്റെ ഇഷ്ടം പോലെ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഞാൻ 1 by 1 ആയിട്ട് ഇങ്ങനെ ഓരോന്ന് തുടങ്ങിക്കൊണ്ടിരിക്കാം. ഓക്കെ, ഓക്കെ, ടാറ്റാ, ബൈ. ബൈ.